വളരെ സമാധാനപരമായി നാട് ചുറ്റിക്കാണുന്ന ഒരു യുവാവ് അതാ ഒരു കൂട്ടം ആളുകൾ അവനെ വളഞ്ഞിട്ട് പിടിക്കുന്നു. സാധാരണ നമ്മൾ ഹീറോയുടെ പേരെഴുതി കാണിച്ച നായകന്റെ ഫാൻസിനെ സുഖിക്കൂ. നമുക്കത് പോരാ, അവന്റെ അച്ഛന്റെ ഫാൻസിനും സുഖിക്കണം. ഐഡിയ. അപ്പൊ പടം സെറ്റ് ചെയ്തിരിക്കുന്നത് ഗോവയിലാണ്. എന്നാ പിന്നെ ന്യൂ ഇയർ തന്നെ പിടിക്കാം അല്ലേ? പടം ഗോവയിലാണോ എന്നാ ന്യൂ ഇയർ അത് നിർബന്ധ. അപ്പൊ പടം തുടങ്ങുന്നത് ബാബ എന്ന പഴയ ഗുണ്ട അബൂസി എന്ന പുതിയ ഗുണ്ടയിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങിയിരുന്നു. ഒരു 20 ലക്ഷം രൂപ. അത് കൊടുക്കാതെ മുങ്ങി നടന്ന ബാബയുടെ ഒരു വാലിനെ അബൂസി പിടിച്ചു കൊണ്ടുപോകും. കട്ട് ചെയ്യാനുള്ള കത്തി എവിടെ? കട്ട് ചെയ്യാനുള്ള കത്തി എവിടെ? ഇതുപോലെയുള്ള കോമഡികൾക്കായി അപ്പൊ നമുക്ക് തോന്നും ഈ അബൂസ് ചെയ്തതിൽ എന്താ പ്രശ്നം? കാശ് വാങ്ങിട്ട് തിരിച്ചു കൊടുക്കാതെ മുങ്ങി നടക്കുന്ന ഒരു അലവലാതിയാണല്ലോ ഈ ബാബ. അത് പറ്റില്ല. കാരണം ഈ ബാബ നായകന്റെ അച്ഛനാണ്. ഗുണ്ടയാണേലും നായകന്റെ അച്ഛനായി പോയില്ലേ. പുള്ളിയെ കിടലിനാക്കിയേ പറ്റൂ. അപ്പൊ ബാബ വന്നിട്ട് പറയും, മോനെ അബൂസി, നേരെ ചൊവ്വേ മുള്ളാൻ അറിയാതിരുന്ന നിന്റെ കയ്യിലേക്ക് ആദ്യം കത്തി പിടിപ്പിച്ചെന്ന് ഞാനാ. എന്നാലും മുള്ളാനറിയാത്തവന്റെ കയ്യിലേക്ക് കത്തി അതെന്തിനാണാവോ? ചെത്തിക്കളയാനാ. അപ്പൊ കാര്യം നടന്നില്ലേ? ബാബ വലിയ ആയിരുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് അബൂസി ബാബനെ പറ്റിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ടും ആ അബൂസിയുടെ തന്നെ കാശ് കടം വാങ്ങി മുങ്ങി നടക്കാൻ തോന്നിയ മനസ്സ്. അങ്ങനെ പഴയ കൊണ്ട ഇടി വാങ്ങി റൊട്ടിയായി കസേരയിൽ ഇരിപ്പാകും. ഇതൊക്കെ ആയിട്ടും കൊണയടിക്ക് ഒരു കുറവില്ലേ? മരുന്നിനെങ്കിലും ഒരു വിത്ത് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. സാറേ, അപ്പൂന്റെ ഡേറ്റ് ആണ് കിട്ടിയേക്കണേ. ഓ മൈ ഗോഡ്, എന്തു പറ്റി? അപ്പൂന്റെ ഡേറ്റ് ആണ് കിട്ടിയേക്കണേ. ആഹാ, നമുക്ക് അവനെ വെള്ളത്തിൽ ചാടിക്കണം, നീന്തിക്കണം, ഓടിക്കണം, പറപ്പിക്കണം. അല്ല, അപ്പൊ അഭിനയിപ്പിക്കണ്ടേ? അയ്യോ, ഞാനത് മറന്നു. അങ്ങനെ സുറ അണ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അപ്പേട്ടൻ ഇറങ്ങും. അപ്പേട്ടൻ വന്ന് 2 മാസം കൂടി അവധി ചോദിച്ചിട്ട് ബാബ തല്ലിപ്പൊട്ടിച്ച ഐറ്റംസിന് ക്യാഷ് കൊടുത്ത് എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കും. എന്നാലും അത് അല്ലല്ലോ, എന്തോ ഒന്നും മറന്നല്ലോ. അത് പറ, മാസ് കാണിക്കൽ. ഇനി ഇത് വേണ്ട. തല്ലാൻ വേണ്ടി അല്ല ഞാൻ ഇവിടെ വന്നത്. എന്നെ കൊണ്ട് തല്ലിപ്പിക്കരുത്. ഉള്ള വന്ന പവറാടി അപ്പേട്ടത്തെ കൊണയാടി. ഇതും കുറച്ചധികം കേൾക്കാൻ. ബാബയ്ക്ക് മോനെ ഒരു ഗുണ്ടയാക്കണമെന്നാണ് ആഗ്രഹം. അതങ്ങനെ ഒരു പുഴിഞ്ഞ തന്ത. ബട്ട് ഗുണ്ട പരിപാടി അത് അപ്പേട്ടന് ഇഷ്ടല്ല. വിൻസെന്റ് ഗോമസോ. കേട്ട് ഞാൻ മടുത്തു. ഇനിയും ഇതുപോലുള്ള ലാലേട്ടൻ റെഫറൻസ് ആയി വരാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അങ്ങനെ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഗോവയിൽ വന്ന് അടിച്ച കിണ്ടിയായ പോലെ നാച്ചുറൽ അഭിനയം കാഴ്ചവെക്കുന്ന നായികയുടെ വേൾഡ് ഇൻട്രോ. ഇതൊക്കെ കാണണോ? നമ്മള് മലയാളികള് വല്ലതും കണ്ടിട്ടാണോ പറയുന്നത്? പണ്ഡിതയാണെന്ന് തോന്നുന്നു. ആക്ഷേപഹാസ്യം തുപ്പുന്നത് കേട്ടില്ലേ? ഹാസ്യയില്ലേലും ആക്ഷേപം അതിങ്ങോട്ട് വേണ്ട കേട്ടോ. എവിടെയാ താമസിക്കുന്നത്? എന്റെ ഫോണിലാണോ താമസിക്കുന്നത്? ഏതോ ഒരു മലയാളി അടിച്ച് കിണ്ടിയായി അലമ്പുണ്ടാക്കുന്നു. വിട്ട് കളയേണ്ട ചീള് കേസുകള്. ബട്ട് അറിയാലോ, നമ്മളൊക്കെ നീ വരാൻ വേണ്ടിയല്ലേ കുനിയാറ്. പക്ഷെ അപ്പു അങ്ങനെയല്ല. അക്കരപ്പള്ളിയിലെ പെരുന്നാളോ? അല്ല, എന്റെ അപ്പന്റെ കല്യാണം. അതെന്നായിരുന്നോ? സോറി, ഞാൻ അറിഞ്ഞില്ല. കുറച്ചുകൂടി ഫെനി കിട്ടും. പോയെ ഇപ്പൊ തന്നെ കാര്യം നേരത്തെ ഉറക്കുന്നില്ല. ഫെമിനിസ്റ്റുകളുണ്ടോന്നെ. എന്തോന്നടേ ഇത്? നിന്നെയൊക്കെ കുടിപ്പിച്ച് കിടത്താനാ ഫെമിനിസം? അങ്ങനെ സ്ഥിരം നായിക സങ്കല്പങ്ങളെ തച്ചുടക്കാതെ നായിക അപ്പേട്ടന്റെ ഹോം സ്റ്റേയിൽ താമസം തുടങ്ങും. അയ്യോ, കരടിയോ? ഞാനോ? 21-ാം നൂറ്റാണ്ടെന്ന് പടത്തിന് പേരിട്ടിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് തന്നെ പടച്ചോടാം കേട്ടോ. അതിന്റെ ഇടയിൽ നായിക ഒരു ഡയലോഗ് അടിക്കും. ഹലോ, എന്നെ ഉദ്ദേശിച്ചാണെങ്കിൽ എന്നെ നോക്കാൻ എനിക്കറിയാം. അത് പെട്ടെന്ന് ഇഷ്ടായില്ല. കസിനോ ഹീസ് കലിപ്പൻ. Then he wait for his turn. അപ്പൊ അങ്ങ് ദൂരെ ആകാശത്ത് വെച്ച് ഒരു നായിക കയറി പിടിക്കും. അവൾ മേളിലേക്ക് പോയതിന് സ്പീഡിൽ താഴേക്ക് ലാൻഡ് ചെയ്യും. അവിടെ യൂഷ്വൽ ക്ലീഷയൊക്കെ കാറ്റിൽ പറത്താൻ നോക്കിയെങ്കിലും അതിനൊന്നും മെനക്കെടാതെ യുഗാന്തരങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ ഐറ്റം അപ്പേട്ടൻ രക്ഷിക്കും. കരയിലെത്തി കുത്തികഴപ്പ് കാണിച്ചവനിട്ട് അവളൊന്ന് പൊട്ടിക്കും. അപ്പൊ അവൾക്കിട്ട് അവനൊന്ന് പൊട്ടിക്കും. അപ്പേട്ടൻ നോക്കി നിൽക്കും. സർട്ടിഫൈഡ് കലിപ്പൻ തന്നെ. എന്നിട്ട് അപ്പേട്ടൻ അവനിട്ട് ഒരെണ്ണം പൊട്ടിക്കും. തൊഴിലോട് കുറച്ച് ആത്മാർത്ഥത കാണിക്കണം. ഇത് തന്നെയാ ഞങ്ങൾക്കും പറയാനുള്ളത്. സ്വന്തമായിട്ട് നോക്കാൻ അറിയുന്ന ആളല്ലേ, പിന്നെന്തേ? Oh man, he's so toxic. Now she's ready for the sorry പറച്ചിൽ. സോറി. അങ്ങനെ അപ്പേട്ടൻ അവളെ വണ്ടിയുടെ ബാക്കിലിരുത്തി ഷോളൊക്കെ കാറ്റിൽ പറത്തി ഗോവ കാണിക്കും. ഫ്രഷ് ട്രാക്ക് മാറ്റി. ടിനുവിനെ ഒരു രാത്രിയിലേക്ക് കിട്ടാൻ സിറ്റിയിലെ കൊച്ചമ്മമാർ ക്യൂ ആണ്. 40 കഴിഞ്ഞ ആന്റിമാരുടെ സ്വപ്ന നായകനായ ഈ പ്ലേ ബോയ് മാസങ്ങൾ കൊണ്ടുണ്ടാക്കിയത് ലക്ഷങ്ങളാണ്. അങ്ങനെയിരിക്കെ നായികയ്ക്കൊരാഗ്രഹം സെയിന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ബോഡി കാണണം. അതും ആ രാത്രി തന്നെ. സായിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതേ ആഗ്രഹം പുണ്യാളിനും ഉണ്ടാവും. മനസ്സിലാക്കി കളഞ്ഞല്ല. അങ്ങനെ ആ രാത്രി തന്നെ പുണ്യാളിന്റെ ബോഡി കാണാൻ പോകും. എന്തോന്നാ പാതിരാത്രി പന്തം കൊളുത്തി പ്രകടനത്തിന് പോകുന്നു? പിന്നെ പട്ടാപ്പകലാണോ പന്തം കൊളുത്തി പോണേ? വന്നേ.
എന്തായാലും വലിയൊരു മിഷൻ ആണല്ലോ. വരൂ സ്വല്പം ഹിസ്റ്ററി ക്ലാസ് കേൾക്കാം. അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി അറിയോ? സെയിന്റ് ഫ്രാൻസിസ് സേവിയർ. എടാ ഇതൊക്കെ അറിയാൻ മനുഷ്യനായ മതി, നസ്രാണി ആവണമെന്നില്ല. ഉള്ള ബന്ധ പവറാടി അപ്പേട്ടെ കൊടയാടി നിർത്ത്. ഇങ്ങനെ പോയാൽ എങ്ങനെയാ? നമുക്ക് ക്രഷ് അടിപ്പിക്കണ്ടേ? ഐഡിയ. അപ്പൊ നായകന്റെ പെങ്ങളെ കുറവുമാര് കയറി പിടിക്കും. എടാ മാർക്കറ്റ് വേറെ എത്ര പെൺപിള്ളേരുണ്ട്, എന്നിട്ട് ആ പെൺകുട്ടിയെ തന്നെ ഉപദ്രവിക്കാനുള്ള കാര്യം എന്ത്? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അതായത് ഞങ്ങൾ നായകന്റെ പെങ്ങളെ ഉപദ്രവിക്കും, അപ്പൊ നായിക അവളെ രക്ഷിക്കും. അപ്പൊ വെറുതെ അത് പോലീസ് കേസായി കാര്യം അറിയത് നായികയെ അപ്പേട്ടൻ ചീത്ത പറയുന്നു. കാര്യം അറിയുമ്പോൾ സോറി പറയുന്നു. അപ്പൊ അവരുടെ കെമിസ്ട്രി വർക്കൗട്ട് ആകും. എന്ത് ചെയ്യാം, ഇതുപോലുള്ള എത്ര ജോഡികളെ ഞങ്ങൾ ഒന്നിപ്പിച്ചിരിക്കുന്നു. വി ആർ ദ അണ്ടർ റേറ്റഡ് ബ്രോക്കേഴ്സ് ഓഫ് മൂവി ഇൻഡസ്ട്രി. ആരാടാ ഇത്? അമ്മായിയുടെ മോളാ. എന്താ കോഫി കുടിക്കാൻ വന്നാ? അല്ല, പെട്രോൾ അടിക്കാൻ വന്നാ. അപ്പൊ അവൾ അടുത്ത ആഗ്രഹം പറയും, കസീനോ പോവാ. അപ്പൊ അപ്പേട്ടൻ ഡ്രങ്ക് ആയ പോലെ വളരെ നാച്ചുറൽ ആയിട്ട് അഭിനയിക്കും. ഡാൻസ് ഒക്കെ ഉണ്ടാക്കിയ ആൾക്കാരെ സമ്മതിക്കണല്ലേ? ശരിയാ, ഞാൻ ഫിറ്റ് ആയി പോയി. എന്നാലും കുറച്ച് അഡ്വഞ്ചേഴ്സ് വേണം അവരുടെ റിലേഷൻ ഒന്ന് സ്ട്രോങ് ആക്കാൻ. അപ്പൊ പെങ്ങളെ കയറി പിടിച്ച വില്ലന്മാർ അവിടെ വരണമല്ലോ. അപ്പൊ അവരടിക്കണമല്ലോ. എന്നിട്ട് ഫൺ ആൻഡ് അഡ്വഞ്ചറസ് ആക്കാൻ വേണ്ടി അവരിറങ്ങി ഓടണമല്ലോ. വില്ലന്മാർ ഡിറ്റ് അഗെയിൻ. ഇത് വില്ലന്മാരുടെ വിജയം. ബട്ട് അപ്പേട്ടൻ പിന്നെയും മറ്റേ കുടിയനിലേക്കുള്ള പരകായ പ്രവേശം നടത്തി. അവന്റെ മൂക്കിട്ടും കൂടി ഒരെണ്ണം കൊടുക്കണായിരുന്നല്ലേ? അല്ലെങ്കിൽ വേണ്ടല്ലേ? അത് മോശമല്ലേ? അങ്ങനെ അപ്പേട്ടന് ക്രഷ് അടിക്കും. അപ്പേട്ടൻ ലബ് പറയാൻ പോകുമ്പോ അറിയാലോ അപ്പേട്ടനാണ്. വരൂ സ്വല്പം ഹിസ്റ്ററി ക്ലാസ് കേൾക്കാം. ഞാനിങ്ങനെ ആ പ്രതിമകൾ നോക്കുമായിരുന്നു. ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന കഥയാ അവരുടേത്. ഹിസ്റ്ററി ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ പ്രണയം ഇത്രയ്ക്കും ശക്തമാണോ അപ്പു? അതെ, നീയാണല്ലോ കോടതി. ഓടാമേ. ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ നോക്കിയാൽ അവൾ കമ്മിറ്റഡ് ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റുമെന്ന് ഹൃദയത്തിൽ പറഞ്ഞപ്പോ വി തോട്ട് വിനീതേട്ടൻ ഈസ് ക്രിഞ്ച്. ബട്ട് വെറുതെ തെറ്റിദ്ധരിച്ചു. സത്യമുള്ള പ്രണയമാണെങ്കിൽ അത് കണ്ണുകളിൽ കാണാൻ കഴിയും. Then he did this. And she did this. ബാബാ ചായ പോയി, ആരോടെ ഒരു വാക്കുപോലും പറയാതെ. എങ്ങനെ ഇരിക്കുന്നു? Then he fly to Kerala. അവിടെയാണ് എല്ലാവരുടെയും കിളിപ്പറത്തിയ വമ്പൻ ട്വിസ്റ്റ്. She is a nun. Sorry, she is a nun. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ നോം എന്തായി കാണണേ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ നായികയുടെ ചെറുപ്പത്തിൽ അവളുടെ അങ്കിള് തന്നെ അവളെ സെക്ഷലി ഹരാസ് ചെയ്യും. സോ അതൊഴിവാക്കാൻ അവൾ കണ്ടുപിടിച്ച മാർഗമായിരുന്നു കന്യാസ്ത്രീ ആവുക. സോ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ ആയല്ലോ. അവൾക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല, ജീവിത സാഹചര്യമാണ്. അപ്പിന് ധൈര്യമായിട്ട് ലവ് ട്രാക്ക് മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ നാട്ടിൽ എത്ര ആണുങ്ങളുണ്ട്, എന്നിട്ടും അവള് കോയിലുള്ള എന്റെ അടുത്തല്ലേ വന്നേ. മിസ്റ്റർ, നിങ്ങളാണ് ഈ പടത്തിലെ ഹീറോ. അപ്പൊ പിന്നെ നിങ്ങളുടെ അടുത്തേക്കല്ലാതെ ആരടുത്തേക്ക് അവൾ പോകും? ഇവന്മാരെ വെച്ചിട്ട് കോമഡി ട്രാക്കൊന്നും ശരിയാവില്ല. 2 ബാല്യം കൂടി എടുത്തിട്ടേ. അങ്ങനെ അവരങ്ങ് വലിയ കൂട്ടാകും. ചുളു വിലക്ക് 2 മലങ്കാളികളെ കിട്ടിയിട്ടില്ല. പൂർണ്ണമായിട്ടും ബംഗാളികൾ എന്ന് പറയാൻ പറ്റൂല. നമ്മളിൽ നന്നായിട്ട് ഒരു മലയാളം സംസാരിക്കാൻ നന്നായിട്ട് പണിയെടുക്കാൻ ചെയ്യും. അതുകൊണ്ട് പറഞ്ഞാൽ അല്ല, കുറെ നേരമായി മേത്ത് വീണൽ കഴുകി കളയാൻ പറ്റാത്ത ചളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ അപ്പേട്ടൻ ഫാൻസിന് വളം വെക്കാൻ എന്തെങ്കിലും. അതിനെന്താ പുള്ളി ഒരു മുണ്ടെടുത്ത് ലാലേട്ടൻ റെഫറൻസ് ഇട്ടെ. അല്ല, അപ്പേട്ടന്റെ ഫാൻസിന് ഇടയെല്ലാം ഒന്ന് തന്നെ. ഇതെന്റെ പുത്തൻ റേ ബാൻ ഗ്ലാസ്. എന്താ? അങ്ങനെ കേറ്ററിംഗിന്റെ പേരിൽ അവളുടെ വീട്ടിൽ കയറി അവളോട് സംസാരിക്കുന്നത് കണ്ട് അവളുടെ വീട്ടുകാർ ഒരു കേസ് അങ്ങ് കൊടുക്കും. അവന്റെ വരവിനെ ഗസ്റ്റ് സ്റ്റാർ. ഡയലോഗ് മതിയാക്കി വിളിച്ചിട്ട് പോടാ. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ പോയിട്ട് അവളുടെ അങ്കിളുമായിട്ട് ഫൈറ്റ് സെറ്റാക്കി അവളെയും കൂട്ടി അവിടെ നടക്കും. ഈ പാട് ഇവിടെ അവസാനിപ്പിച്ചാൽ യാതൊരു കുഴപ്പമില്ല. സെയിം ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ. എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പുവിന്റെ ഡേറ്റും പ്രൊഡ്യൂസറിന്റെ ക്യാഷും ഇങ്ങനെ കിടക്കല്ലേ. അതൊരു ചേസ്. നിങ്ങൾ മുന്നിൽ പോകുന്ന വണ്ടി ഒന്ന് നോട്ട് ചെയ്തോളൂ. അപ്പേട്ടൻ ലോറിയിലേക്ക് ചാടി അതിലെ വാട്ടർ കാൻ അഴിച്ചുവിട്ട് പോലീസ് ജീപ്പ് കാറ്റിൽ പറത്തി തിരിച്ചെത്തും. പിറ്റേ ദിവസം ഈ വണ്ടിക്കാരന്റെ പത്രവായന ഏകദേശം ഇങ്ങനെയിരിക്കും. ഇന്നലെ പട്ടാപ്പകൽ ഒരു കന്യാസ്ത്രീയെ അടിച്ചുകൊണ്ടു പോകുന്നവൻ ഒരു ലോറിക്കുള്ളിൽ കയറിപ്പറ്റി. അപ്പോൾ ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവസരം പാഴാക്കാതെ അവൻ പതുക്കെ ഡ്രൈവർ അറിയാതെ വണ്ടിയുടെ പിറകിലേക്ക് കയറിപ്പറ്റി. പിറകിലുണ്ടായിരുന്ന വാട്ടർ കാനുകൾ തുറന്നുവിട്ട് പോലീസുകാരുടെ ജോലി തടസ്സപ്പെടുത്തി. അവൻ തിരികെ അവന്റെ വണ്ടിയിലേക്ക് കയറി. അപ്പോഴും ആ ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്തൊരു വായനയാടാ നാറി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആരാണെന്ന് നോക്കണ്ട കാര്യത്തെ. എന്ത് ചെയ്തിട്ട് ഫലമില്ലേ? അവരെ പോലീസ് പിടിക്കും. എന്നിട്ട് അവിടെ നിന്ന് അതിവിദഗ്ധമായി
ആ കാലം അങ്ങോട്ട് എടുത്തു വെക്കേണ്ട കാര്യമുള്ളൂ. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. അങ്ങനെ പിന്നെയും ചേസിൽ പോലീസുകാർ അവരെ ഇടിച്ചിടൂ. വണ്ടി ഇടിച്ച് താഴെ വീഴുമ്പോ ഒക്കെ റോഡിന്റെ രണ്ട് സൈഡിലും ഫുട്പാത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ വീഴുമ്പോ അത് അപ്രത്യക്ഷമായി. ഇവിടെ അത് കാര്യാക്കണ്ട, അടുത്ത സീനിൽ അത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, അവര് വെള്ളത്തിൽ പോയല്ലോ, അത് സെറ്റാക്കണ്ടേ. കൊക്കയിലാണെങ്കിൽ ആദിവാസികൾ വന്നേനെ. ഇതിപ്പോ ഓരോരോ കീഴ്വഴക്കങ്ങളാകുമ്പോ ചങ്ങാളം വരുന്നതല്ലേ നല്ലത്. എന്റെ ഒരു ലാലേട്ടാ റഫറൻസ്. അവര് നേരെ ചെന്നത് സിദ്ദിഖിന്റെ അടുത്തേക്ക്. എവിടെ ഒന്നും കൊണ്ട് കളയ മുഴുവൻ പീഡനത്തിന്റെ വാർത്തകളാ. അതെ. എനിവേ അച്ഛൻ അവരെ രക്ഷിക്കണമല്ലോ. അപ്പൊ അച്ഛൻ കുറച്ച് റെബലാണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, 2-3 പുസ്തകങ്ങൾ പറയും, അതങ്ങോട്ട് കൊണ്ടുവയ്ക്കുക. അത് ഇത് ബുക്ക്, ബൈബിള്, ഖുറാൻ, രാമായണം, പിന്നെ എത്തീസം, കമ്മ്യൂണിസ്റ്റ് പറ്റി വല്ല ഐറ്റം. അങ്ങനെ അവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ ഒരു ഗസ്റ്റ് അപ്പിയറൻസ്. ഇനിയുണ്ടോ? നമ്മൾ സത്യക്രിസ്ത്യാനികൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? ഒഞ്ഞു പോയരാ മരണാനന്തര ജീവിതം. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് ഇറങ്ങി വന്ന് ഇവിടെ ഉള്ളവന്റെ ചെപ്പക്കുറ്റി അടിച്ചു പൊളിച്ചേനെ. വിപ്ലവം ഒട്ടും ഫോഴ്സ്ഡായിട്ട് തോന്നാത്തോണ്ട് കണ്ടിരിക്കാൻ തോന്നുന്നേയില്ല. മാത്രമല്ല ഇവിടുത്തെ ഹിന്ദുക്കളെ ഒന്ന് തട്ടി ഉണർത്തിയിട്ടുണ്ട്. ആരാണാവോ അവരൊക്കെ തട്ടി ഉണർത്തിയത്. അങ്ങനെ പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് അവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ ഒരു ബ്രില്യന്റ് ഐഡിയ സഖാവ് കണ്ടുപിടിക്കും. പൊളി തന്നെ, നല്ല പന്നിപ്പൊളി. വരൂ നമുക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കേൾക്കാം. മദർ തെരേസ കമ്മ്യൂണിസ്റ്റ് ആയത്. ഈ ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ക്രിസ്തു അല്ലേ സാറേ? അപ്പൊ പിന്നെ മദർ തെരേസ കമ്മ്യൂണിസ്റ്റ് ആവില്ലേ? ഓ, എടുത്തോണ്ട് പോടേ. ആ പന്നിപ്പിളിയും കഴിഞ്ഞ് ട്രെയിനിൽ വെച്ച് ഇവളുടെ അങ്കിൾ പിന്നെയും പിടിക്കും. അവിടെ നോടി ഒരു റാൻഡം ഗേറ്റ് ചൂസ് ചെയ്ത് ഇറങ്ങാൻ നോക്കുമ്പോ അതാ അവിടെ. എന്നാൽ ഇവർ എങ്ങനെയായിരിക്കും കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ വന്ന് നിന്നത്? എല്ലാം വിധി വൈപരീത്യം. അങ്ങനെ തന്തപ്പടി വന്ന് മോട്ടിവേറ്റ് ചെയ്ത് ചെക്കൻ പിന്നെയും തല്ലാൻ ഇറങ്ങും. അങ്ങനെ ഏട്ടൻ സംവിധാനം ചെയ്ത പോലെ ഇന്റർനാഷണൽ ലെവൽ VFX ഫൈറ്റിന് ശേഷം അവരെ പോലീസ് അറസ്റ്റ് ചെയ്യും. പിന്നെ ഒത്തുതീർപ്പ് പരിപാടി. ഈ സിനിമയുടെ 2 മണിക്കൂർ 28 മിനിറ്റ് 55 സെക്കൻഡിൽ വരുന്ന ഈ സീൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീനിന് ശേഷം വരേണ്ട സീനാണ്. എന്ന് വെച്ചാൽ എഡിറ്ററുടെ കൈ തട്ടി ഒന്ന് മാറിപ്പോയി. ആൻഡ് എഡിറ്റർ ബി ലൈക്ക്, പിന്നെ ഇത് മാത്രമാണല്ലോ ഇതിലെ പ്രശ്നം. എനിവേ അവളുടെ അങ്കിളുടെ തനിക്കോണം എല്ലാവരോടും വിളിച്ചു പറയും. ജാതി മതമൊക്കെ മനുഷ്യനുണ്ടാക്കിയതാ, ദൈവത്തിന് അതിൽ യാതൊരു പങ്കുമില്ല. ശരി ഫാദർ. സായ ദൈവവിളി കിട്ടിയ കുട്ടി തന്നെയാ. ആ കള്ളം പോലും ദൈവം പറഞ്ഞു തന്നതാ നിന്റെ രക്ഷയ്ക്കായി. ക്രിസ്ത്യാനിറ്റി എന്നാൽ മനുഷ്യത്വം എന്നൊരർത്ഥം കൂടിയുണ്ട്. സേവ്യറെ, നിന്നെ പോലെ ഉള്ളവരൊക്കെ കുമ്പസാരിക്കാൻ വന്നതിൽ പിന്നെ സഭയിലെ അച്ഛന്മാരൊക്കെ ചീത്തയായത്. ഓഹോ, അച്ഛന്മാർ ചീത്തയാവാത്ത പാപങ്ങളുടെ ലിസ്റ്റ് തന്നാൽ അതനുസരിച്ച് പാപങ്ങൾ ചെയ്ത് കുമ്പസരിക്കാമായിരുന്നു. വെളുപ്പിക്കലിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര അപരാധപരമായൊരു വേർഷൻ ഇതാദ്യ. എനിവേ അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഓർത്തോർത്ത് ഒടുവിൽ അത് ഓർക്കുന്നത് ഒരു വിഷയമേ അല്ലാതെ അതല്ലേ അതിന്റെ ഒരു ഇത്. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ റോസ്റ്റ് ചെയ്യപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോസ് കമന്റ്സിൽ സജസ്റ്റ് ചെയ്യുക. നേരം കളയാണ്ട് അടുത്ത മഴയ്ക്കും എല്ലാവരും അവനെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും.